ഹരി ഓം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. 41, 42 തന്നെ ശ്ലോകങ്ങൾ. ഉത്ഭവക്ഷോഭണോ ദേവ ശ്രീഗർഭ പരമേശ്വരഃ കരണം കാരണം കർത്ത വികർത്താ ഗഹനോ ഗുഹാ വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാനസ്ഥാനതോ ധ്രുവഃ പരർദിഃ പരമസ്പഷ്ട തുഷ്ടഃ പുഷ്ടഃ ശുഭക്ഷണ. ഇന്ന് നമ്മൾ എടുക്കുന്ന നാമം 378 നാമം കരണം. വളരെ പ്രധാനപ്പെട്ട ഒരു നാമാണത്. കരണം, കാരണമല്ല, കാരണം അടുത്ത നാമമാണ് ഇത്. കരണം. ഇപ്പം ജഗതോൽപാദനത്തിന് മുഖ്യമായ സാധനമായതുകൊണ്ട് ഭഗവാൻ കരണം. സൃഷ്ടിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ കരണമാണ്. ഇമ്പോർട്ടൻ്റ് കോസ്, മെറ്റീരിയൽ കോസ്, മുഖ്യ കാരണം. കാരണം എന്ന് വെച്ചാൽ ഏതൊരു വസ്തുവിൻ്റെയും ഉൽപ്പാദനത്തിന് അത്യാവശ്യമായത് എന്നാണ് അർത്ഥം. വളരെ അത്യാവശ്യമായ കാര്യങ്ങൾ. എല്ലാ സാധനങ്ങളും ഉൽപ്പാദനത്തിന് നമുക്ക് അത്യാവശ്യമായ കാര്യങ്ങളുണ്ടാവും, ആവശ്യമായ കാര്യങ്ങളും ഉണ്ടാവും. അപ്പം ആവശ്യമുള്ള കാര്യങ്ങളും അത്യാവശ്യമുള്ള കാര്യങ്ങളും ഉണ്ടാവും. മറ്റെന്തെല്ലാം ഉണ്ടായാലും കരണമില്ലെങ്കിൽ ഒരു വിധത്തിലും ആ വസ്തു ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല എന്നർത്ഥം. കാരണം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് അത്യാവശ്യമായ ഒരു കാരണം ആണ് കരണം. അതില്ലെങ്കിൽ ഒരു തരത്തിൽ നമുക്കൊരു ഉൽപ്പാദനം നടത്താൻ പറ്റില്ല. ഒരു ഉദാഹരണം നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ, കുടം ഉണ്ടാക്കാൻ മണ്ണില്ലെങ്കിൽ ഒരു നിവൃത്തിയില്ല. അത് ബേസിക് റോ മെറ്റീരിയലാണത്, അല്ലേ? ഒരു രീതിയിലും കുടം നിർമ്മിക്കാൻ സാധ്യമല്ല മണ്ണില്ല എന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് മണ്ണ് ഈസ് ദി കരണം. ആ കുടത്തിൻ്റെ ഉൽപ്പാദനത്തിന് അതിൻ്റെ കരണം എന്താണ്? മണ്ണാണ്. അതില്ലെങ്കിൽ വേറൊരു രീതിയിൽ അതിനെ പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല. എന്നാൽ മറ്റ് ആവശ്യ സാധനങ്ങളുണ്ട് കുടം ഉൽപ്പാദിപ്പിക്കാനായിട്ട്. കുമ്പാരൻ്റെ ചക്രമുണ്ട്, അതിൻ്റെ അറിവുണ്ട്, അതിന് വെള്ളം വേണം മണ്ണ് കുഴയ്ക്കാനായിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വേണം. പക്ഷേ ഈ കാര്യങ്ങളുടെയൊക്കെ അഭാവം ഒരു വിധം വരെ പരിഹരിക്കാം. നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാം. അപ്പം അതിലേതെങ്കിലും ഒന്നും ഇല്ലാതെ ഉൽപ്പാദിപ്പിച്ച ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കാം. ആ വസ്തുവിനെ അങ്ങനെ ഉൽപ്പാദിപ്പിച്ച വസ്തുവിന് ഒരു പൂർണ്ണത ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഉൽപ്പാദിപ്പിക്കാൻ പറ്റായില്ല. കുടത്തിന് ചിലപ്പോൾ ചക്രം ഇല്ല എന്നുണ്ടെങ്കിൽ അതിനൊരു ചെറിയൊരു വളവോ തിരിവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫോർമേഷനൊക്കെ ഉണ്ടാവും എന്നല്ലാതെ കുടമാക്കി എടുക്കാം നമുക്ക്. അത് കുമ്പാരൻ്റെ അറിവുകേട് കുറച്ച് ഉണ്ടെങ്കിലും അതും കുറച്ച് എന്താ പറയുക, അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പോയാൽ ഫോമിൽ വരും. പക്ഷെ ഒരു പെർഫെക്റ്റ് കുടം ഒരു പെർഫെക്റ്റ് ഫോമിൽ കിട്ടണമെങ്കിൽ ഇതൊക്കെ വേണം. അപ്പോൾ പെർഫെക്ഷൻ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതേ സമയത്ത് മണ്ണില്ല എന്നുണ്ടെങ്കിൽ
ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മറ്റു സാധനങ്ങളില്ലെങ്കിൽ ഇറ്റ് മേ ലാക്ക് പെർഫെക്ഷൻ. എന്നാലും സൃഷ്ടി ഒരുവിധം തട്ടിക്കൂട്ടാം, അഡ്ജസ്റ്റ് ചെയ്യാം, മാനേജ് ചെയ്യാം, തട്ടിക്കൂട്ട് കുട ഉണ്ടാക്കാം. പക്ഷെ മണ്ണില്ലെങ്കിലോ എങ്ങനെ തട്ടും, എങ്ങനെ കൂട്ടും? പറ്റില്ല, ഒരു രീതിയിൽ ഉണ്ടാക്കാൻ പറ്റില്ല. നോ വേ. അതുകൊണ്ട് ഭഗവാൻ കരണമാണെന്നർത്ഥം. മാത്രമല്ല വേറൊരു രീതിയിൽ നമ്മൾ ആ കരണം എന്നുള്ള വാക്കിന് അർത്ഥം കാണാൻ നോക്കിയാൽ, കൽപ്പ അവസാന കാലത്ത് തന്നിൽ ലയിപ്പിച്ച എല്ലാ പൂർവ്വ സൃഷ്ടിയുടെയും അതാതിൻ്റെ സൂക്ഷ്മരൂപത്തിൽ നിന്ന് കൽപ്പാവസാനം കഴിഞ്ഞ് യോഗനിദ്ര കഴിഞ്ഞ് അദ്ദേഹം കണ്ണു തുറന്നാൽ ആ സൂക്ഷ്മരൂപത്തിൽ നിന്ന് പുതിയതായിട്ടുള്ള ജീവികളുടെ കർമ്മഗതി അനുസരിച്ച് പുതിയ പുതിയ ഉപാധികളോടുകൂടി സൃഷ്ടിക്കണമെങ്കിൽ അത് ഭഗവാന്റെ ഇച്ഛ തന്നെ വേണ്ടേ? അപ്പോൾ ഭഗവാൻ ഇല്ലാണ്ട് എങ്ങനെയാണ് ഈ ആക്ടിവിറ്റി ഒക്കെ നടക്കുക? അപ്പോൾ ഭഗവാന്റെ ഇച്ഛ അവിടെ പ്രധാനമല്ലേ? അതുകൊണ്ട് കരണമാണെന്ന് പറയണു. സൃഷ്ടിയുടെ കരണമാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനെ കരണ എന്ന് വിളിക്കുന്നത്. വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും പാണിനിയൊക്കെ എഴുതിയിരിക്കുന്നത് സാധക തമം കരണം. അതിൻ്റെ വ്യാഖ്യാനം കൊടുത്തിരിക്കണമാണ് കരണം എന്നുള്ളതിൻ്റെ. സാധക തമം കരണം. സാധകങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനമായത്, ഒഴിച്ചുകൂടാൻ വയ്യാത്തത് ആണ് കരണം എന്നാണ് പാണിനി പറയുന്നത്. അതുകൊണ്ട് സൃഷ്ടിക്ക് പരബ്രഹ്മത്തിൻ്റെ സങ്കല്പം കരണം. മനസ്സിലായില്ല? അതുകൊണ്ടാണ് കരണം എന്നുള്ള വാക്ക് ഭഗവാന് വരാൻ കാരണം. ഇവിടെ സൃഷ്ടി എന്ന ഈ രണ്ടക്ഷരമുള്ളൊരു വാക്കിൻ്റെ വ്യാപ്തി ചില്ലറയല്ല. അതൊന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ സംസ്കൃതത്തിൽ രണ്ടക്ഷരക്കാരെ ശ്രദ്ധിക്കണം. രണ്ടക്ഷരമുള്ള വാക്കുകളെ വളരെ വളരെ ശ്രദ്ധിക്കണം നമ്മൾ. അവരെ നമ്മൾ തോന്നിയ പോലെ വ്യാഖ്യാനിക്കാൻ വിട്ടാൽ ശരിയാവില്ല, അതിൻ്റെ അർത്ഥം മുഴുവൻ കിട്ടില്ല. ചില ഉദാഹരണങ്ങൾ പറയാം. ദയ, കൃപ, ധർമ്മം, കാമം, ക്രോധം, ലോഭം, മോഹം, അങ്ങനെയുള്ള ഈ രണ്ട് ഇരട്ട അക്ഷരക്കാരെ സൂക്ഷിക്കണം. വലിയ വാക്കൊരു കുഴപ്പമില്ല, നമുക്ക് തന്നെ പാകപ്പെടുത്തി വേഗം മുറിച്ചെടുക്കാം. പക്ഷേ ഈ രണ്ട് അക്ഷരമുള്ള വാക്കുണ്ടല്ലോ, ആ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ സൃഷ്ടി. പ്രൊഡക്ഷൻ എന്നോ ക്രിയേഷൻ എന്നോ പറഞ്ഞ് സാഹിബിന് രക്ഷപ്പെടാം. സൃഷ്ടി ഈസ് ക്രിയേഷൻ, സൃഷ്ടി ഈസ് പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞ് സാഹിബിന് ഓടിപ്പോവാം. പക്ഷെ അതേ വാക്ക്, ആ സൃഷ്ടി എന്നുള്ളൊരു വാക്ക് നമ്മളുടെ ചിരപുരാതനമായ ശാസ്ത്രജ്ഞന്മാരുടെ, അതായത് മഹർഷിമാരുടെ, സയൻറ്റിസ്റ്റ്സ് ഓഫ് ലൈഫ് ആൻഡ് ലിവിങ്, മഹർഷിമാർ അവർ ശാസ്ത്രജ്ഞന്മാരാണ്, ജീവിത കലയുടെ ശാസ്ത്രജ്ഞന്മാരാണ് അവർ. ദേ ആർ ദ സയൻറ്റിസ്റ്റ്സ് ഓഫ് ലൈഫ്, മഹർഷിമാർ. അപ്പോൾ അങ്ങനെയുള്ള പുരാതന ശാസ്ത്രജ്ഞന്മാരുടെ, മഹർഷിമാരുടെ കയ്യിൽ ഈ വാക്ക് കിട്ടിയപ്പോൾ അവർ അതിനെ എങ്ങനെയാണ് നിർവചിക്കുന്നത് എന്ന് ഉള്ളൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. അത് നമ്മൾ ഒന്ന് ചിന്തിക്കുക വേണം. അവരെങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്തിരിക്കുന്നത്? സൃഷ്ടി എന്ന് വെച്ചാൽ എങ്ങനെയാണ് അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം? പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് വിട്ടതാണോ? ക്രിയേഷൻ എന്ന് പറഞ്ഞ് വിട്ടതാണോ? അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഈ മഹർഷിമാർ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ അവർ കൈകാര്യം ചെയ്യുന്നത് വേദം ആണല്ലോ. വേദങ്ങളാണല്ലോ അവരുടെ നാവിൽ നിന്ന് വന്നിട്ടുള്ള പ്രവചനങ്ങൾ. അപ്പോൾ പരിപാവനമായിട്ടുള്ള ശ്രുതിമന്ത്രങ്ങളിൽ, വേദമന്ത്രങ്ങളിൽ ഏറ്റവും എന്താ പറയുക, ചുരുങ്ങിയ പദങ്ങളെ കൊണ്ട്, വളരെ പദലാളിത്യം, ചുരുങ്ങിയ പദങ്ങളെ കൊണ്ട് പരമാവധി അർത്ഥവ്യാപ്തി വരുത്തുന്നു എന്നത് മഹർഷിമാരുടെ ഒരു പ്രത്യേക ശൈലിയാണ്, അവരൊരു പ്രത്യേക രീതിയത്. ബ്രഹ്മസൂത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സൂത്രമാണ്. സൂത്രം മീൻസ് എഫോറിസം.
ചെറിയ വാക്കുകളായിരിക്കും, വളരെ 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 ക്രിസ്പായിരിക്കും, പക്ഷേ അതിൻ്റെ മീനിങ് കൺവേ ചെയ്യുന്നത് വളരെ വ്യാപ്തമായിട്ടുള്ളതായിരിക്കും. അതിൻ്റെ വ്യാസം വളരെ കൂടും. ഞാൻ വ്യാസം കണ്ടുപിടിച്ച വ്യക്തിയാണ്. വേദങ്ങളിൽ ആ വ്യാസം കണ്ടുപിടിച്ച വ്യക്തിയാണല്ലോ വ്യാസൻ. വേദങ്ങളെ വ്യസിച്ചവനല്ലേ വ്യാസൻ. അപ്പോൾ മഹർഷിമാർ ഉപയോഗിക്കുന്ന പരിമിതമായിട്ടുള്ള വാക്കുകളുടെ അർത്ഥഗാംഭീര്യം ഏതൊക്കെയോ തലത്തിലേക്ക് പോകും, പ്രത്യേകിച്ച് ഈ രണ്ടക്ഷരമുള്ള വാക്കുകൾ കൈകാര്യം ചെയ്യുമ്പോൾ. പ്രത്യേകിച്ച് സാങ്കേതികവും നിർവചിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള വിഷയങ്ങൾ, ഹൈലി ടെക്നിക്കലായിരിക്കാം. സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ നിർവചിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ലൈഫ് എക്സാമ്പിൾ, ജീവിതം, ജീവൻ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എങ്ങനെയാണ് നിർവചിക്കുക? നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ജീവിക്കുന്നവരല്ലേ. പ്ലീസ് ഡിഫൈൻ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യുക? വാട്ട് ഈസ് ലൈഫ് എന്ന് ചോദിച്ചാൽ 5 മിനിറ്റ് നേരത്തിന് വെള്ളം കുടിക്കുമോ? അപ്പം അങ്ങനെയുള്ള സാങ്കേതികമായിട്ടുള്ളതും നിർവചിക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടും ആയിട്ടുള്ള പദങ്ങൾ അവർ കൈകാര്യം ചെയ്യുന്നത് എത്ര ലാളിത്യത്തോട് കൂടിയിട്ടാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പം അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളോ നിർവചിക്കാൻ പറ്റാത്ത കാര്യങ്ങളോ ആയിട്ട് അവർ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക വസ്തുതയെ ദൃഷ്ടാന്ത കഥയിലൂടെയാണ് അവർ ശ്രോതാക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. അങ്ങനെ അവർക്ക് വിവരിക്കാനാവും. എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയണം, ഒരു ദൃഷ്ടാന്ത കഥ പറയണം. അപ്പോൾ ഒരു ദൃഷ്ടാന്ത കഥനത്തോട് കൂടിയിട്ട് ആ സബ്ജക്റ്റിനെ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ഇന്നും അതെ, അന്നും അതെ. ആ ഒരു ശൈലിയായിരുന്നു മഹർഷിമാർ അവലംബിച്ചത്. എവിടെയെങ്കിലും ചെറിയൊരു കോംപ്ലിക്കേഷൻ പറഞ്ഞാൽ മനസ്സിലാവാത്തുണ്ടോ, അപ്പം അതിനൊരു ഉദാഹരണം തരും, 1-2 ഉദാഹരണം തരും. അതോടുകൂടി സംഗതി ക്ലിയർ ആവും. അത് അവരുടെ ശൈലിയാണ്. അപ്പോൾ ശ്രോതാക്കൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ വിവരിക്കണമെങ്കിൽ എക്സാമ്പിൾസ്, ഉദാഹരണം ഇതൊക്കെ ആയിട്ട് പറയേണ്ടി വരും. പക്ഷെ എന്നാൽ ഈ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ പറയുമ്പോഴും ആവശ്യമില്ലാതെ വലിച്ചുവാരി സംസാരിക്കുന്ന ഒരു രീതിയും ഋഷിമാർക്കില്ല. ആവശ്യത്തിൽ കവിഞ്ഞ ഒരു പദപ്രയോഗവും നമ്മുടെ ശാസ്ത്രങ്ങളിൽ നമുക്ക് കാണാൻ പറ്റില്ല, എത്ര ടെക്നിക്കലായിക്കോട്ടെ. ഗരുഡശാസ്ത്രം, സയൻസ് ഓഫ് സ്പേസ്, ആയുർവേദം, യോഗശാസ്ത്രം, ഇതൊക്കെ ഹൈലി ടെക്നിക്കലാണ്. അപ്പോൾ അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള അതിൽ പറഞ്ഞിരിക്കുന്ന വേദമന്ത്രങ്ങൾ അല്ലെങ്കിൽ ഋഷിപ്രോക്തങ്ങളൊന്നും തന്നെ നമുക്കതിൽ എത്ര എക്സാമ്പിൾസൊക്കെ ഉണ്ടെങ്കിലും അനാവശ്യമായിട്ടൊരു വാക്ക്, ഒരു പദപ്രയോഗം നമുക്കതിൽ കാണാൻ പറ്റില്ല. വളരെ ക്രിസ്പായിട്ടേ പറയുള്ളൂ, പറയേണ്ടത് മാത്രം. അതേസമയത്ത് ഭാഷയെ സൗന്ദര്യപ്പെടുത്താൻ വേണ്ടി അവരുടെ ഇഷ്ടം പോലെ ചില പദങ്ങളും കൊണ്ടുള്ള സർക്കസോ പ്രാസത്തിന് വേണ്ടിയിട്ടുള്ള അംഗം വെട്ടലോ അതൊന്നും ഒരുക്കില്ല. അതൊന്നുമല്ല അവരുടെ പ്രശ്നം. അതൊന്നും മഹർഷിമാരുടെ ശൈലിയല്ല. അവർക്കതൊന്നും ഒരു പ്രശ്നമല്ല. അവർ പറയുന്ന വാക്കന്നെ അലങ്കാരമാണ്. പിന്നെ ഒരു അലങ്കാരത്തിന് വേണ്ടി അവരെന്തിനാ പോകണം? മനസ്സിലായി? അപ്പം ഇത്രയും ഈ ചെറിയൊരു മുഖവുരയോട് കൂടിയിട്ട് മഹർഷി അങ്കിരസ് എന്ന് പറഞ്ഞൊരു മഹർഷി, അങ്കിരസ് എന്ന് പറഞ്ഞ മഹർഷി മുണ്ടകോപനിഷത്തിൽ സൃഷ്ടി എന്ന പദത്തെ വ്യവഹരിക്കുന്നുണ്ട്. മുണ്ടകോപനിഷത്ത് നമ്മൾ ഇംഗ്ലീഷിലൊരു ചെറിയ ഡെയിലി ഒരു ടോക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് മുണ്ടകോപനിഷത്ത് മുഴുവൻ എടുക്കാൻ പറ്റിയില്ല. 2ാമത്തെ വലിയ മുതൽ എടുക്കാൻ പറ്റുള്ളൂ. ഈ നമ്മൾ പറയുന്ന ഞാനിപ്പോൾ പറയാൻ പോകുന്ന ശ്ലോകം അത് കവർ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ഇത് ആദ്യത്തെ 1-ാം വല്യയിലത്തെ 1-ാം അധ്യായത്തിലത്തെ ശ്ലോകമാണ്, 7ാമത്തെ മന്ത്രമാണത്. അപ്പോൾ അങ്കിരസാണ് ഗുരുനാഥൻ. ശിഷ്യന്മാർക്ക് സൃഷ്ടിപ്രക്രിയയെക്കുറിച്ച് ഉപദേശിക്കുന്ന ഒരു മന്ത്രം ഒന്ന് നമുക്ക് പരിശോധിക്കാം. അത് നമ്മുടെ സബ്ജക്റ്റ്, ഇന്നത്തെ സബ്ജക്റ്റ് അതാണ്. കരണം എന്നുള്ള വാക്കല്ലേ, അത് സൃഷ്ടിക്ക് അത്യാവശ്യമായി വേണ്ട പദാർത്ഥം ഏതാണോ അതാണ് കരണം. അപ്പോൾ സൃഷ്ടിയാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം.
അപ്പോൾ മുണ്ടകോപനിഷത്തിലെ ഒന്നാം എന്താ പറയുക വള്ളിയിലെ ഒന്നാം അധ്യായത്തിൽ 7ാമത്തെ മന്ത്രം ഈ സൃഷ്ടിയെക്കുറിച്ചാണ് അങ്കിരസ് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതിൻ്റെ മന്ത്രം ഇതാണ്. വളരെ സിമ്പിളാണ്. സംസ്കൃതമാണെങ്കിലും ബുദ്ധിമുട്ടുള്ള പദങ്ങളൊന്നുമില്ല. വളരെ ലാളിത്യത്തോടു കൂടി എഴുതിയിട്ടുള്ള പദ്യങ്ങളാണ്. യാതൊരു സർക്കസും ഇല്ല. നിങ്ങൾക്ക് കേട്ടാൽ തന്നെ ചിലപ്പോൾ മനസ്സിലാവും. അതിന് വ്യാഖ്യാനം ആവശ്യം ഉണ്ടാവില്ല. എന്നാലും നമുക്ക് ഒന്ന് ഒരു ഓട്ടപ്രദർശനം വയ്ക്കാം. യഥോർണനാഭി സൃജതേ ഗൃഹണതേ ച. ഒരു വട്ടം കൂടി വായിക്കാം. യഥോർണനാഭി സൃജതേ ഗൃഹണതേ ച യഥാ പൃഥ്വീം ഔഷധായ സംഭവന്തി. യഥാ പൃഥ്വീം ഔഷധായ സംഭവന്തി യഥാ സത് പുരുഷാത് കേശലോമാനി. യഥാ സത് പുരുഷാത് കേശലോമാനി തദ് അക്ഷരാത് സംഭവതീഹ വിശ്വം. ആണ് ശ്ലോകം. 3 യഥ, ഒരു തഥ. യഥ എന്ന് വെച്ചാൽ യഥാ തഥ എന്നുള്ള ഒരു സാൻസ്ക്രിറ്റിലെ ഒരു യൂസേജാണ്. യഥാ തഥ, ജസ്റ്റ് ആസ് ഒരു യൂസേജാണ്. യഥാ തഥ, എങ്ങനെയാണോ അങ്ങനെ. അതാണ് യഥാ തഥ എന്ന് വെച്ചാൽ അർത്ഥം. അപ്പോൾ യഥ ഊർണനാഭി സൃജതേ ഗൃഹണതേ ച. എപ്രകാരമാണോ ഒരു ഊർണനാഭി, ഊർണനാഭി മീൻസ് എട്ടുകാലി, തന്നിൽ നിന്ന് നൂല് സൃഷ്ടിക്കുകയും തന്നിലേക്ക് തന്നെ അടക്കുകയും ചെയ്യുന്നത്. യഥ ഊർണനാഭി സൃജതേ ഗൃഹതേ ച. അങ്ങനെയാണോ പൂർണ്ണനാഭി തന്നിൽ നിന്ന് നൂല് സൃഷ്ടിക്കുക. ഇല്ലേ, എട്ടുകാലിയെ കണ്ടിട്ടില്ലേ വല കെട്ടണത്, ചെലന്തി വല കെട്ടണത് എല്ലാവരും കണ്ടു കാണുന്നത്. അപ്പോൾ ദൈന്യം നമ്മൾ കാണുന്ന തനി നാട്ടും പുറത്തുള്ള ഒരു ഉദാഹരണമാണ് മഹർഷിയുടെ സ്വീകരിച്ചിട്ടുള്ളത്. യഥ ഊർണനാഭി സൃജതേ ഗൃഹതേ ച. എപ്രകാരമാണോ ഊർണനാഭി, അതായത് എട്ടുകാലി, ശ്രദ്ധിച്ച് കേൾക്കണേ, തന്നിൽ നിന്ന് നൂല് സൃഷ്ടിക്കുകയും തന്നിലേക്ക് തന്നെ അടക്കുകയും ചെയ്യുന്നുവോ. നമ്പർ 1 യഥാ. രണ്ടാമത്തെ യഥാ പൃഥ്വ്യാം ഔഷധായ സംഭവന്തി. എങ്ങനെയാണോ പൃഥ്വിയിൽ നിന്ന്, മീനിങ് ഭൂമിയിൽ നിന്ന്, ഔഷധികൾ മീനിങ് സസ്യലതാദികൾ, ചെടികൾ ഉണ്ടാവുന്നുവോ. യഥാ പൃഥ്വ്യാം ഔഷധായ സംഭവന്തി. സംഭവന്തി മീൻസ് ഉണ്ടാകുന്നത്. 2. 3 യഥാ സത പുരുഷാത് കേശലോമാനി. ഏതുവിധമാണോ ജീവനുള്ള മനുഷ്യ ശരീരത്തിൽ നിന്ന്, യഥാ സതഃ പുരുഷാത് ജീവചൈതന്യമുള്ള മനുഷ്യ ശരീരങ്ങളിൽ നിന്ന് കേശലോമങ്ങൾ ഉണ്ടാവുന്നുവോ. കേശലോമം മീൻസ് മുടിയും രോമവും. കേശം എന്ന് വെച്ചെങ്കിൽ മുടി, ലോമം എന്ന് വെച്ചെങ്കിൽ രോമം. കേശലോമങ്ങൾ ഉണ്ടാവുന്നുവോ. യഥാ സദാ പുരുഷാത് കേശലോമാനി തദ്. അതുപോലെ തഥാ അക്ഷരാത് അക്ഷരബ്രഹ്മത്തിൽ നിന്ന് സംഭവതീഹ വിശ്വം. ഈ വിശ്വത്തെ സൃഷ്ടി നടക്കുന്നു, വിശ്വം സംഭവിക്കുന്നു, ഈ വിശ്വത്തെ സൃഷ്ടിക്കുന്നു. എവിടെ നിന്ന്? തഥ അക്ഷരാത്, അക്ഷരത്തിൽ നിന്ന്. അക്ഷരം മീനിങ് പരബ്രഹ്മത്തിൽ നിന്ന്. പരബ്രഹ്മ അക്ഷരത്തിൻ്റെ പര്യായം നമ്മൾ വായിച്ചിട്ടില്ലേ, അക്ഷരം എന്നുള്ള വാക്ക് അല്ലേ. അപ്പോൾ യഥോ ഊർണനാഭി സൃജതേ ഗൃഹണതേ ച യഥാ പൃഥ്വ്യാം ഔഷധായ സംഭവന്തി യഥാ സത് പുരുഷാത് കേശലോമാനി തദക്ഷരാത് സംഭവതീഹ വിശ്വം. 3 കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കാം. എപ്രകാരമാണോ എട്ടുകാലി അല്ലെങ്കിൽ ഊർണനാഭി തന്നിൽ നിന്ന് നൂല് സൃഷ്ടിക്കുകയും തന്നിലേക്ക് തന്നെ അത് പിൻവലിക്കുകയും ചെയ്യുന്നുവോ, എങ്ങനെയാണോ ഭൂമിയിൽ നിന്ന്, പൃഥ്വിയിൽ നിന്ന്
സസ്യലതാദികൾ, എന്താ പറയുക, ചെടികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊന്തി വരുന്നുവോ, ഓൾ കൈൻഡ്സ് ഓഫ് ഷ്രബ്സ്, ഓൾ കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ്, ഓൾ കൈൻഡ്സ് ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ്, വാട്ട് എവർ, എങ്ങനെയാണോ ഭൂമിയിൽ നിന്ന് പൊന്തി വരുന്നത്, ഏത് രീതിയിലാണോ ജീവനുള്ള മനുഷ്യ ശരീരത്തിൽ നിന്ന് മുടിയും രോമവും വളർന്നു വരുന്നത്, തഥാ അതേപോലെ അക്ഷരാത് അക്ഷരബ്രഹ്മത്തിൽ നിന്ന് സംഭവതീഹ വിശ്വം, ഈ വിശ്വം സംഭവിക്കുന്നു. ഇതാണ് മന്ത്രം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനേഷൻ കിട്ടിയില്ലേ? ദയവ് ചെയ്തിട്ട് മുണ്ടകോപനിഷത്ത് കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് എപ്പോഴെങ്കിലും സൗകര്യം പോലെ ഒന്ന് നോക്കുക. 1-ാം വള്ളിയിലെ 1-ാം അധ്യായത്തിലെ 7-ാമത്തെ മന്ത്രമാണത്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കുക. ഏതെങ്കിലും കമൻറ്ററി ഉണ്ടെങ്കിൽ ആ കമൻറ്ററി ഒന്ന് എടുത്ത് നോക്കുക, കുഴപ്പമില്ല. ഇപ്പോൾ സൃഷ്ടി എന്നുള്ള പദം നമ്മൾ ഒരു സാധാരണക്കാരൻ കേട്ടാൽ, നിങ്ങളെപ്പോലെ എന്നെപ്പോലെയുള്ള ഒരാൾ കേട്ട് കഴിഞ്ഞാൽ, സൃഷ്ടി, ഭഗവാന്റെ സൃഷ്ടി നിങ്ങോട്ട് കേട്ടാൽ, നമുക്ക് 1-2 ഉദാഹരണം പെട്ടെന്ന് ആരും അറിയാതെ പെട്ടെന്ന് ഒരു സ്റ്റിമുലായി നമ്മളെ സ്ട്രൈക്ക് ചെയ്യും. ഒരു ഇമ്പൾസീവായിട്ടൊരു ചിന്ത നമ്മുടെ മനസ്സിൽ കയറി വരും. ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ കയറി വരിക ആരാ? ഒരു കൊശവൻ കുട ഉണ്ടാക്കണത്. ഇങ്ങനെ കുട ഉണ്ടാക്കി തീർക്കുകയാണ് ഭഗവാൻ. ഓട്ടോൺ പാത്രം 9 തുളയും വെച്ചിട്ട് ഒരു കുമ്പാരൻ എങ്ങനെയാണോ കുട ഉണ്ടാക്കിയിരുന്നത്, അതുപോലെയാണ് എൻ്റെ കുട്ടികളെ ഭഗവാൻ സൃഷ്ടിക്കണത് എന്ന് പണ്ട് കാരണന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ആ ഓർമ്മയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഇനി അതല്ല, കാരണവന്മാർ പറഞ്ഞത് കൂടാണ്ട് മോഡേൺ ആയിട്ടുള്ള ചില പ്രഭാഷകന്മാർ പറയും സൃഷ്ടി എന്ന് വെച്ചാൽ തട്ടാൻ സ്വർണം ആഭരണങ്ങൾ സൃഷ്ടിക്കണ പോലെയാണ്. ആ കൂടസ്ഥം എന്നുള്ളതിൻ്റെ മുകളിൽ വെച്ചിട്ട് തട്ടുകയാണ്, ആ സ്വർണത്തിൻ്റെ നാമവും രൂപമൊക്കെ മാറ്റിയിട്ട് അതിനെ ഒരു രൂപത്തിലേക്ക് നാമത്തിലേക്ക് ആക്കുകയാണ്. അതാണ് സൃഷ്ടി, അതുപോലെയാണ് സൃഷ്ടി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതാണ് രണ്ടാമത്തെ ഉദാഹരണം അവിടെ മനസ്സിൽ വരിക. തട്ടാൻ എങ്ങനെയാണോ സ്വർണത്തിൽ നിന്ന് ആഭരണം ഉണ്ടാക്കുന്നത്, കുശവൻ എങ്ങനെയാണോ മണ്ണിൽ നിന്ന് കുട ഉണ്ടാക്കുന്നത്, അതാണ് ഈ സൃഷ്ടിയല്ലേ, ആയിരിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കുക. ഇത് ചിന്തിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഉദാഹരണം അങ്ങോട്ട് വലിച്ചു നീട്ടി വീട് വരെ എത്തിക്കാൻ പറ്റില്ല. അപ്പോഴേക്കൊക്കെ ചോർന്നു പോകും. ഈ കുമ്പാരൻ കുടം ഉണ്ടാക്കുകയാണെങ്കിലും ശരി, തട്ടാൻ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കുകയായാലും ശരി, അതിന് ഉപയോഗിക്കുന്ന സാധനം കുമ്പാരനുമല്ല തട്ടാനുമല്ല. കുമ്പാരനിൽ നിന്നും തട്ടാനിൽ നിന്നും അന്യമായിട്ട് ഒരു സാധനം ഉപയോഗിച്ചിട്ടാണ് അവർ കുട ഉണ്ടാക്കുന്നത്. മണ്ണ്, കുമ്പാരനാണോ മണ്ണ്? അല്ലല്ലോ. അപ്പോൾ കുമ്പാരൻ മണ്ണ് എവിടുന്നോ ഉപയോഗിച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത്. തട്ടാൻ തന്നെ സ്വർണ്ണം ഉണ്ടാക്കുകയല്ലോ. തട്ടാൻ ആഭരണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? സ്വർണത്തിൽ നിന്ന്. ആ സ്വർണ്ണം ആരെങ്കിലും കൊടുത്തതാവണ്ടേ, നീ തട്ടാൻ മേടിച്ചതാവണ്ടേ. അപ്പോൾ തട്ടാനല്ലല്ലോ സ്വർണം, അല്ലല്ലോ. അപ്പോൾ ഇതുപോലെ ആയിരിക്കില്ലേ ഭഗവാന്റെ സൃഷ്ടിയും? ഭഗവാനും അപ്പോൾ വേറെ ഏതെങ്കിലും ചില പെട്ടിമരുന്നുകൾ വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് വേണ്ട ഈ ലോകത്തെ ഉണ്ടാക്കാൻ? എവിടുന്നെങ്കിലുമൊക്കെ കുറേ പെട്ടിമരുന്ന് മേടിക്കാൻ അങ്ങാടി പോയിട്ട് പച്ചമരുന്നുകളൊക്കെ മേടിച്ചുകൊണ്ടു. ആ പച്ചമരുന്നുകളെ കൊണ്ടാണ് മനുഷ്യന്മാരെ ഉണ്ടാക്കണം. ഈ ഉദാഹരണം ശരിയാണെങ്കിൽ അതല്ലേ ആൾക്കാർ സാധാരണ ചിന്തിക്കുക. അപ്പോൾ ഭഗവാന്റെ സൃഷ്ടി, ഭഗവാൻ സൃഷ്ടിക്കപ്പെട്ട വസ്തു ഭഗവാനിൽ നിന്ന് അന്യമായിട്ടുള്ള പദാർത്ഥങ്ങളിൽ നിന്നുണ്ടാക്കിയതാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഈ ഉപമയ്ക്കുണ്ട്. അന്നത്തെ കുട്ടികളും എന്തൊക്കെയാണ് മനസ്സിൽ വെച്ചിട്ടുണ്ടാവുക? അതൊക്കെ ചെന്നിട്ടാണ് ഗുരുനാഥൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ടാവുക. ഈ വക ചിന്തകളൊക്കെ വെച്ചിട്ട്. കുമ്പാരൻ അവരുടെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. സ്കൂളിൽ പഠിക്കുമ്പോഴേ, കാലത്ത് ഗുരുകുലത്തിലേക്കൊക്കെ പോകുമ്പോഴേ, കുമ്പാരൻ കുട ഉണ്ടാക്കണ പോലെയാണ് ഭഗവാൻ ഇങ്ങനെ സൃഷ്ടിച്ച് വിടണത്. അതൊരു കണക്കിന് ശരിയാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം എടുത്ത് നോക്കുമ്പോൾ അത് ശരിയായിട്ട് വരുമോ? അല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള തെറ്റിദ്ധാരണയെ അകറ്റി ശരിക്കുള്ള സൃഷ്ടി രഹസ്യത്തെ ശരിയായ രീതിയിൽ ഉള്ള ബോധം നമ്മളുടെ മനസ്സിൽ ഉണ്ടാക്കി തരാനാണ് അംഗിരസ് മഹർഷി ഇവിടെ ശ്രമിക്കുന്നത്.
ഈ ഒരു തെറ്റിദ്ധാരണ സൃഷ്ടി എന്നുള്ള വാക്കിനുണ്ട്. അത് ഈ ഉപനിഷത്ത് വഴി എനിക്ക് തീർത്തു കൊടുക്കണം കുട്ടികൾക്ക് എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ മന്ത്രം അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഇനി നമുക്ക് മന്ത്രത്തിലേക്ക് പോവാം. എട്ടുകാലി വലയുണ്ടാക്കുന്നത് തന്നിൽ നിന്ന് ഭിന്നമായൊരു വസ്തു കൊണ്ടല്ല, പെട്ടിമരുന്ന് മേടിച്ചിട്ടൊന്നല്ല, അല്ലേ? എട്ടുകാലി എങ്ങനെയാണ് വലയുണ്ടാക്കുന്നത്? നെറ്റ് മാനുഫാക്ചറിങ് കമ്പനീസ്, നൈലോൺ നെറ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് നെറ്റ് ഇതൊക്കെ ഉണ്ടാക്കുന്ന നെറ്റ് കമ്പനിക്കാർ വയറുണ്ടാക്കണ വയറിന് കുറച്ച് 2 കിലോമീറ്റർ വയർ മേടിച്ചു കൊണ്ടുവന്നിട്ട് സ്പിൻ ചെയ്ത് ഉണ്ടാക്കി വിടുകയാണോ? നെറ്റ് ഉണ്ടാക്കുകയാണോ എട്ടുകാലി? അല്ലല്ലോ. നേരെ മറിച്ച് തന്നിൽ നിന്ന് തന്നെ സ്വന്തം വായ്നീര് കൊണ്ട്, സലൈവ, സ്വന്തം വായിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുള്ള ആ സലൈവയിൽ നിന്ന് വല സൃഷ്ടിക്കുന്നു. അങ്ങനെയല്ല എട്ടുകാലി ചെയ്യുക. എട്ടുകാലിക്ക് വേറൊരു പദാർത്ഥം വേറൊരാളിലേക്ക് അന്വേഷിച്ച് പോകണ്ട. എട്ടുകാലിയുടെ വായിൽ നിന്ന് വരുന്ന സലൈവ തന്നെ അത് നൂലാക്കി മാറ്റണു. സ്വന്തം പ്രക്രിയ കൊണ്ട് അത് നൂലാക്കി മാറ്റി അത് വല ഉണ്ടാക്കണം. അതിൻ്റെ അറിവ് വെച്ചിട്ട് വേറെ എവിടെയും ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് എട്ടുകാലി പഠിക്കണമെന്നില്ല, PhD എടുത്തിട്ടൊന്നുമില്ല. വല ഉണ്ടാക്കണ മെത്തേഡ്, പ്രോസസ് ചാർട്ടൊന്നും പഠിച്ചിട്ടില്ല, മാനുഫാക്ചറിങ് ടെക്നോളജി വലയുടെ ഒന്നും പഠിച്ചിട്ടില്ല. അതൊക്കെ ഇപ്പോഴാണ്. അന്ന് അതൊന്നുമില്ല, ഇന്നുമില്ല എട്ടുകാലിക്ക്. എട്ടുകാലി ആരുടെയും ഈ സബ്ജക്റ്റിലൊന്നും വിദ്യാഭ്യാസം നേടിയിട്ടില്ല. എട്ടുകാലി സ്വയം അറിവ് കൊണ്ട്, സ്വയം ഉൽപ്പാദിക്കപ്പെട്ട ഉപാധികളെ കൊണ്ട് സ്വയം വല നിർമ്മിക്കുന്നു. മാത്രമല്ല ആ സ്വയം നിർമ്മിച്ച വല സ്വയം തന്നെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നു. അപ്പോൾ തന്നിൽ നിന്ന് ഭിന്നമായ ഒരു പദാർത്ഥം കൊണ്ടല്ല അത് വല നെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ ഉദാഹരണത്തിൽ നിന്ന് മെച്ചപ്പെട്ടു. ഇത് നമ്മൾ ചിന്തിച്ചുള്ള ഉദാഹരണമല്ല. അന്യവസ്തു കൊണ്ടല്ല ഭഗവാൻ ഉണ്ടാക്കുന്നത്. ഭഗവാൻ ഒരു അന്യവസ്തുവും തൊടുന്നില്ല. ഭഗവാൻ ഉണ്ടാക്കാത്ത വേറൊരു വസ്തുവും ഭഗവാൻ തൊടുന്നില്ല, ഒരു കൈ കൊണ്ട് തൊടുന്നില്ല. എല്ലാം എട്ടുകാലിയുടെ അറിവ്, എട്ടുകാലിയുടെ പ്യൂർലി ഇൻഡിജിനസ് മാനുഫാക്ചർ. വേറെ യാതൊരു, നോ ഫോറിൻ എയ്ഡ്, പ്യൂർ എട്ടുകാലി മെയ്ഡ്. അങ്ങനെ ഭഗവാന്റെ ശക്തിയും ഭഗവാന്റെ സാമഗ്രികളും ഉപയോഗിച്ച് മാത്രമാണ് ഈ സൃഷ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വലയ്ക്ക് ഉപാദാന കാരണം, അതായത് കരണം എന്ന് പറയുന്നത് താൻ തന്നെയാണ്. എട്ടുകാലി വലയുണ്ടാക്കാൻ ഉപദാന കാരണം എന്താ? കരണം എന്താ? എട്ടുകാലി തന്നെ. എട്ടുകാലി തന്നെയല്ലേ കാരണം, അല്ലാണ്ട് വേറെ ഒന്നുമല്ലല്ലോ. ഭഗവാൻ ഉണ്ടാക്കാത്ത വസ്തു അല്ലല്ലോ. അപ്പോൾ ഈ സലൈവ എന്ന് പറയുന്നതൊക്കെ ഭഗവാന്റെ ഉള്ളിൽ നിന്നുണ്ടായിട്ടുള്ള സൃഷ്ടി തന്നെയല്ലേ, ഭഗവാന്റെ വിഭൂതി തന്നെയല്ലേ അതും. അപ്പോൾ അൾട്ടിമേറ്റ്ലി എട്ടുകാലിയുടെ തന്നെ വേറൊരു വികാര രൂപമാണ് വല. ഒരു മോഡിഫൈഡ് ഫോം ആണ് ഈ വല എന്ന് പറയുന്നത്. ഭഗവാനിൽ നിന്ന് അന്യമായിട്ടുള്ളതല്ല വല. കുംഭാരിൽ നിന്ന് അന്യമായിട്ടുള്ളതായിരിക്കാം കുടം, കുംഭാരിൽ മറ്റേ തട്ടാനിൽ നിന്ന് അന്യമായിട്ടുള്ളതായിരിക്കാം ആഭരണങ്ങൾ. പക്ഷേ ഇവിടെ സൃഷ്ടിക്കുന്നവനും സൃഷ്ടിക്കപ്പെട്ട വസ്തുവും രണ്ടും രണ്ടല്ല. വിശ്വം വിഷ്ണോ വഷട്കാരോ. അപ്പോൾ എട്ടുകാലിയുടെ വേറൊരു രൂപം എങ്ങനെയാണോ വലയായി മാറിയത്, അതേപോലെ തന്നെ ഭഗവാന്റെ വിഭൂതിയുടെ വേറൊരു ഭാഗമാണ് ഈ സൃഷ്ടി, ഈ ഉപാദാന കാരണം, ദ മെറ്റീരിയൽ കോസ്, കരണം എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാൻ തന്നെയാണ് കരണം. സൃഷ്ടിയുടെ കരണം ഭഗവാൻ തന്നെയാണ്. അപ്പോൾ സൃഷ്ടി എന്ന് പറയുന്നത് ഭഗവാന്റെ സ്വന്തം വിഭൂതിയാണ്, സ്വന്തം കഴിവാണ്, സ്വന്തം മെറ്റീരിയലാണ്. ഗോഡ്സ് ഓൺ പ്രോഡക്റ്റ്, ഗോഡ്സ് ഓൺ പ്രോഡക്റ്റ്. മാത്രമല്ല ആവശ്യം കഴിഞ്ഞാൽ കിടക്ക മടക്കി കൊണ്ടുവയ്ക്കണ പോലെ ആ വല തന്നിലേക്ക് തന്നെ പിൻവലിക്കുന്നു, അല്ലേ? കാൽപ്പ് നീട്ട് കഴിഞ്ഞാൽ പിന്നെ കിടക്ക തളത്തിൽ ഉണ്ടാവില്ലല്ലോ,
തെക്കിണിയിലോ തലത്തിലൊക്കെയാണ് പണ്ട് ആൾക്കാർ കിടക്കുക, കുട്ടികളൊക്കെ കിടക്കുക. അത് രാത്രി ഹോസറി വെച്ചങ്ങോട്ട് കിടന്നു കഴിഞ്ഞാൽ കാലത്ത് നീട്ട ആവശ്യം കഴിഞ്ഞാൽ അമ്മ ആരാച്ചാൽ വന്ന് മടക്കി കൊണ്ടുവയ്ക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ആ സൃഷ്ടിയുടെ ആവശ്യം കഴിഞ്ഞാൽ ആ സൃഷ്ടിയെ സ്വയം ഭഗവാൻ പിൻവലിക്കുന്നു. എവിടെ? വേറൊരു ഡബ്ബയിലാക്കിയിടുന്നുണ്ടോ? വേറൊരു സ്ഥലത്ത് വയ്ക്കുന്നുണ്ടോ? എവിടെയും വയ്ക്കുന്നില്ല. തൻ്റെ ഉള്ളിലേക്ക് തന്നെ. എങ്ങനെയാണോ ഊർണനാഭി, എങ്ങനെയാണോ എട്ടുകാലി തന്നിലേക്ക് തന്നെ വലയെ പിൻവലിക്കുന്നത്, അതുപോലെ സൃഷ്ടിയെ ഭഗവാനിലേക്ക് തന്നെ ലയിപ്പിക്കുന്നു. എത്ര ഉജ്ജ്വലമായൊരു ഉദാഹരണമാണ് നോക്കൂ. എത്ര ഉജ്ജ്വലമായിട്ടുള്ള ഉദാഹരണമാണ്. വിശ്വസാഹിത്യം മുഴുവൻ തിരഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഉദാഹരണം കിട്ടില്ല. ഏത് ഭാഷയിലും, ലെറ്റ് ഇറ്റ് ബി ഷേക്സ്പിയർ, ലെറ്റ് ഇറ്റ് ബി ഹോമർ, ആരും ആയിക്കോട്ടെ, ഇങ്ങനൊരു ഇല്ലസ്ട്രിയസ് ആയിട്ടുള്ള ഒരു മന്ത്രത്തിൽ അടങ്ങിയിട്ടുള്ള 3 ഉദാഹരണങ്ങളുണ്ടല്ലോ, വളരെ ബുദ്ധിമുട്ടാണ് കാണാൻ, വളരെ ബുദ്ധിമുട്ടാണ്. ഋഷികളെ പ്രണമിക്കല്ലാണ്ട് എന്താ ചെയ്യുക? വെറുതെ അല്ല വെള്ളത്തോൾ പാടിയത്. ഭാരതവർഷത്തിലെ പൂർവരാം ഋഷീന്ദ്രന്മാർ പാരിനുള്ളടിത്തട്ടു പാർത്തു കണ്ടറിഞ്ഞവർ, യോഗൈക നിരതന്മാർ ഭോഗനിസ്പൃഹർ, അവർപ്യായിക ദ്രവിണന്മാർ അവർ തൻ വാസങ്ങളോ, പൊട്ടപ്പുല്ലുകൾ കൊണ്ടും ശുഷ്കപത്രൗഹം കൊണ്ടും കെട്ടിമേഞ്ഞവയായ പാഴ്പുരകളത്രേ, എങ്കിലും അവയിൽ നിന്നങ്ങു കിട്ടിയ മണിത്തങ്കങ്ങൾ മഹാർഘങ്ങൾ മറ്റെങ്ങും അലഭ്യങ്ങൾ. അങ്കിരസൻ വലിയ ഫ്ലാറ്റിലൊന്നുമല്ല താമസിച്ചിരുന്നത്, വലിയ പാലസിലൊന്നുമല്ല, വലിയ എട്ടുകെട്ടിലൊന്നുമല്ല താമസിച്ചിരുന്നത്. സാധാരണ പുല്ലും ഓലയൊക്കെ മേഞ്ഞിട്ടുള്ളൊരു ഗ്രഹത്തിലാണ്, ചാണം മെഴുകിയിട്ടുള്ളൊരു ചെറിയൊരു ഗ്രഹത്തിൽ. പൊട്ടപ്പുല്ലുകൾ കൊണ്ടും ശുഷ്കപത്രൗഹം കൊണ്ടും കെട്ടിമേഞ്ഞവയായ പാഴ്പുരകളത്രേ, എങ്കിലും അവയിൽ നിന്നങ്ങു കിട്ടിയ മണിത്തങ്കങ്ങൾ മഹാർഘങ്ങൾ മറ്റെങ്ങും അലഭ്യങ്ങൾ. വില മതിക്കാത്ത മാണിക്യങ്ങളും രത്നങ്ങളും അല്ലേ ആ പൊട്ടപ്പുരയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടിയത്. ഈ അങ്കിരസനെ പോലെയുള്ള മഹർഷിമാരെ കൊണ്ട് ആലോചിച്ച് നോക്കൂ. ഈ ഒരു മന്ത്രം എടുത്തു നോക്കൂ. ഇതിൻ്റെ വ്യാപ്തി കുറച്ചുകൂടി വരാനേ ഉള്ളൂ. മറ്റുള്ള രണ്ട് ഉദാഹരണം കൂടി പറയുമ്പോൾ, ഞാൻ ആദ്യത്തെ പറയുമ്പോഴേക്കും എനിക്കിത് എമോഷൻ ഒതുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിച്ചു പറയുന്നത്. ഏത് സാഹിത്യത്തിൽ അങ്ങനെ ഒരു ഉപമ നമുക്കുള്ളത്? അപ്പോൾ എട്ടുകാലിയുടെ ഉപമ പറഞ്ഞു, അത് മനസ്സിലായില്ല എല്ലാവർക്കും. എന്നാൽ അത് പറയണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ നിർത്താമായിരുന്നില്ലേ? ഇതാണ് സൃഷ്ടി. യഥോർണനാഭി സൃജതേ ഗൃണതേ ച പറഞ്ഞാൽ നിർത്തായിരുന്നു. എന്തിനാ മറ്റു രണ്ടും പറഞ്ഞേ? യഥാ പൃഥ്വ്യാം ഔഷധായ സംഭവതി യഥാ സതപുരുഷാത് കോശകേശലോമാനി. ഇതിനത് പറഞ്ഞേ. ആ സൃഷ്ടി എന്ന പ്രക്രിയ എന്നതാണ് എന്ന് കാണിക്കാൻ എട്ടുകാലിയുടെ ചിത്രം മതിയാവുമായിരുന്നുവെങ്കിൽ ഈ താടിക്കാരൻ മഹർഷിമാർ വേറെ രണ്ട് ഉദാഹരണങ്ങൾ ഉദ്ധരിച്ച് നമ്മുടെ സമയം കളയേണ്ട ആവശ്യം എന്താ? അവർക്ക് വേറെ പണിയൊന്നുമില്ല. കാലത്ത് നീട്ടം അങ്ങനെ മന്ത്രങ്ങൾ ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അങ്ങനെയല്ല. വി ഹാവ് ബെറ്റർ തിങ്സ് ടു ഡു. നമ്മളുടെ മനസ്സിനെ എന്തിനാ വ്യാകുലപ്പെടുത്തണവർ? നമ്മളുടെ മനസ്സിനെ എന്തിനാ വിഷമിപ്പിക്കണം? ഒരു കാര്യം ഉദാഹരണം പറഞ്ഞാൽ അങ്ങോട്ട് നിർത്തിയാൽ പോരെ. സംഗതി ഇപ്പോൾ മനസ്സിലായില്ലേ? എട്ടുകാലി എങ്ങനെയാണ്? ഓക്കെ, ഞാൻ കുമ്പാരൻ്റെ കാര്യവും തട്ടാൻ്റെ കാര്യമൊക്കെ മറന്നു. അതൊക്കെ ഞാൻ വൈബൗട്ട് ചെയ്തു, ക്ലിയർ ചെയ്തു മനസ്സിൽ നിന്ന്. ഇപ്പം എൻ്റെ മനസ്സിലാക്കപ്പാട് എട്ടുകാലിയാണ്. സൃഷ്ടി എന്ന് പറഞ്ഞാൽ എട്ടുകാലി. എട്ടുകാലി എങ്ങനെയാണോ സ്വന്തം മെറ്റീരിയലിനെ കൊണ്ട് വല ഉണ്ടാക്കേണ്ട ആ അർത്ഥമൊക്കെ എനിക്ക് വളരെ വളരെ സ്പഷ്ടമായി. എങ്ങനെയാണോ തന്നിലേക്ക് തന്നെ ലയിക്കുന്നത്, അതും സൃഷ്ടി അങ്ങനെയാണ്. വേറെ എവിടെ ഒരു വെയർ ഹൗസും സ്റ്റോറൊന്നും എടുക്കുന്നില്ല ഭഗവാൻ. തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുകയാണ്. അതും മനസ്സിലായി. ഇത് പറഞ്ഞാൽ പോരെ? സൃഷ്ടിയുടെ കാര്യം കഴിഞ്ഞില്ലേ? ഇനിയിപ്പോൾ എന്തിനാ മറ്റേ രണ്ട് കാര്യം എഴുന്നള്ളിക്കാൻ പോയത്? ആ രണ്ട് ഉദാഹരണങ്ങളെ കൂടി എന്തിനാ നമ്മൾ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് ഈ മന്ത്രത്തിൽ? നേരത്തെ നമ്മൾ പറഞ്ഞ മിതഭാഷിത്വം എന്ന ചിട്ടയ്ക്ക് ഭംഗം വന്നില്ലേ ഇപ്പോൾ ഒരു ചെയ്തതുകൊണ്ട്? എന്ത് മിതഭാഷ? അത് ആവശ്യമില്ലാതെ ഇങ്ങനെ പറഞ്ഞാൽ തന്നെ ചവച്ച തന്നെ ചവച്ചുകൊണ്ടിരിക്കേ? അങ്ങനെയാണ്? ഇതാണോ മഹർഷിമാരുടെ സിദ്ധാന്തം? അല്ല, ഒരിക്കലും അല്ല, ഒരിക്കലും അങ്ങനെയല്ല. ഈ രണ്ട് ഉദാഹരണം കൂടി അത്യാവശ്യമാണ്.
അതുകൊണ്ട് മഹർഷി അങ്കിരസ് പറഞ്ഞത്, അല്ലെങ്കിൽ പറയില്ല. ഈ മന്ത്രത്തിൻ്റെ ഉപകാരം നമുക്ക് ആദ്യത്തെ മന്ത്രത്തിലെ ഡെഫിഷ്യൻസി അറിഞ്ഞാലേ നമുക്ക് അറിയുള്ളൂ. അപ്പം ആ ചിട്ടയ്ക്ക് ഒരു ഭംഗവും വന്നിട്ടില്ല, വേണ്ട കാര്യങ്ങൾ തന്നെ മഹർഷി പറഞ്ഞിട്ടുള്ളൂ. അപ്പം എട്ടുകാലിയുടെ ഉപമയിൽ സാധാരണക്കാരുടെ മനസ്സിൽ സംഭവിച്ചേക്കാൻ ഇടയുള്ള, നമ്മളുടെ മനസ്സിലല്ല, നമ്മളൊന്നും സാധാരണക്കാരല്ലല്ലോ, നമ്മളൊന്നും ആദാത്മ്യമല്ലല്ലോ, നമ്മളത്രയൊന്നും പഠിക്കാത്തവരെ, അവരുടെ മനസ്സിൽ ഒരു തെറ്റായ സൂചന ചിലപ്പോൾ കയറി വന്നേക്കാം. ആ കയറി വന്ന തെറ്റായ സൂചനയെ ദൂരീകരിക്കാനാണ് അതേ മന്ത്രത്തിൽ തന്നെ രണ്ടാമത്തെ ഉദാഹരണം കൊടുത്തത്. മനസ്സിലായി? എട്ടുകാലി വല കെട്ടുന്നത് എന്തിനാ? അത് ശരിയാണ്, അദ്ദേഹത്തിൻ്റെ എട്ടുകാലിയുടെ വായിൽ നിന്നുണ്ടാകുന്ന സലൈവയാണ്, വേറെ മെറ്റീരിയലും പെട്ടിവരിലും ഒന്നും മേടിച്ചിട്ടില്ല. എട്ടുകാലിയുടെ അറിവ് തന്നെയാണ്, നോഹവും അത് തന്നെയാണ്. അതുകൊണ്ടാണ് വല ഉണ്ടാക്കുന്നത്. ആ വല എട്ടുകാലിയിലേക്ക് തന്നെ ലയിക്കുന്നു, സമ്മതിച്ചു. അതാണ് സൃഷ്ടി. മനസ്സിലായോ? മനസ്സിലായി. ഗുരുകുലത്തിൽ നിന്നൊക്കെ ഇങ്ങോട്ട് പോകുന്നതിൻ്റെ ശേഷം വീട്ടിൽ വന്നാൽ സംശയമായി, ഇങ്ങനെയുള്ളൊരു ഉപമയല്ലേ പറഞ്ഞേ. അപ്പോൾ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, ഈ എട്ടുകാലി എന്തിനാ ഈ വല കെട്ടണം? അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എല്ലാവരും എട്ടുകാലി എന്തിനാ വല കെട്ടണം? രണ്ട് ശിഷ്യന്മാരിരുന്നിട്ട് ആലോചിക്കുകയാണ്, ഗുരുകുലം ഒക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം. എന്തിനാണ് ഈ എട്ടുകാലി വല കെട്ടണത്? തൻ്റെ സ്വാർത്ഥപരമായ ഒരാവശ്യം സാധിക്കാനല്ലേ. എട്ടുകാലിക്ക് സ്വന്തം ഒരു ആവശ്യമുണ്ട്, ആ ആവശ്യം സാധിക്കാനല്ലേ വല കെട്ടണത്. അല്ലാണ്ട് നാട്ടുകാരുടെ നന്മയ്ക്കല്ലല്ലോ, കൈലാസം നേടിയാവാനല്ലല്ലോ പ്രദോഷം നോക്കണത്. അതിൻ്റെ സ്വന്തം സ്വാർത്ഥ ആവശ്യത്തിന് വേണ്ടി അതിനൊരു കൂടുണ്ടാക്കണം. അതിന് പെരുമാറാനായിട്ട് ഒരു എക്സ്റ്റൻഷൻ പണിയണു. എക്സിസ്റ്റിംഗ് ബോഡിയിൽ നിന്ന് വേറൊരു എക്സ്റ്റൻഷൻ പണിയണു, ആ വലയിൽ കിടന്ന് കളിക്കാൻ തനിക്കും തൻ്റെ കുട്ടികൾക്കും. അപ്പോൾ ഒരു സ്വാർത്ഥ ബുദ്ധിയല്ലേ ഇത്? അതുപോലെ നമ്മെയും ഈ ജഗത്തിനെയും സൃഷ്ടിച്ചതിന് പിന്നിൽ പരമാത്മാവിന് വല്ല സ്വാർത്ഥതയും ഉദ്ദേശവും ഓർ സെൽഫിഷ് ഡിസയർ ഉണ്ടോ? ഒന്ന് സംശയം വന്നൂടെ? എന്നാൽ അങ്ങനെ ഭഗവാന് ഒരു സ്വാർത്ഥ ഉദ്ദേശവുമില്ല എന്ന് എടുത്ത് കാണിക്കാനാണ് രണ്ടാമത്തെ വരിയിൽ പൃഥ്വിയിൽ നിന്ന് ഔഷധങ്ങൾ ഉണ്ടാകുന്നു എന്ന രണ്ടാമത്തെ ദൃഷ്ടാന്ത കഥനം ചിത്രീകരിക്കാനുള്ള കാരണം. യഥാ പൃഥ്വ്യാം ഔഷധയ സംഭവന്തി. ഭൂമിക്ക് എന്ത് എന്താ പറയുക, സ്വന്തം താല്പര്യമാണുള്ളത് ഈ ചെടികളെ മുളപ്പിച്ചിട്ട്. സസ്യലതാദികളെയും ഔഷധ സസ്യങ്ങളെയൊക്കെ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് സ്പ്രൗട്ട് ചെയ്യിപ്പിച്ചിട്ട് അവരെ പുറത്തേക്ക് വളർത്തിയിട്ട് അതിന് ഭക്ഷണം കൊടുത്ത് വളർത്തിയത് ഭൂമിയുടെ എന്താവശ്യമാണ് ഭൂമിക്കുള്ളത്? ഭൂമിയെ ചികിത്സിച്ചിട്ടാണോ? ഇതിൽ ഭൂമിക്ക് അന്നം കൊടുക്കിച്ചിട്ടാണോ? എന്ത് സ്വാർത്ഥ താല്പര്യം ഭൂമിക്കുള്ളത്? ഭൂമി ഹാസ് നോ സെൽഫിഷ് ഡിസയർ ഇൻ ക്രിയേറ്റിംഗ് ദി ഷ്രബ്സ് ആൻഡ് ദ പ്ലാന്റ്സ്. സസ്യലതാദികൾ സൃഷ്ടിക്കുന്നതിന് ഭൂമിക്ക് ഒരു സ്വാർത്ഥ താല്പര്യമില്ല. അപ്പോൾ എട്ടുകാലിയുടെ ഉമയിൽ അങ്ങനൊരു സ്വാർത്ഥ താല്പര്യം ഉണ്ടാവുമോ എന്നൊരു ശങ്ക വന്ന മനസ്സിന് അതല്ല, ഇങ്ങനെയുണ്ട്. യഥാ പൃഥ്വ്യ ഔഷധായ സംഭവന്തി. പൃഥ്വിയിൽ നിന്ന് മുളച്ചു വരുന്ന ചെടികളെ പൃഥ്വി മുളപ്പിക്കുന്നത് പൃഥ്വിക്ക് അല്ലെങ്കിൽ ഭൂമിക്ക് യാതൊരു തരത്തിലുള്ള സെൽഫിഷ് ഡിസയറോ സ്വാർത്ഥ താല്പര്യമോ ഉണ്ടായിട്ടല്ല. അതുകൊണ്ട് രണ്ടാമത്തെ ദൃഷ്ടാന്ത കഥനം ഒരു ചിത്രമായി കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം അങ്കിരസിന് തോന്നി. ശരിയാണോ അല്ലേ? അങ്ങനൊരു സംശയം ഉണ്ടായിക്കൂടാന്നുണ്ടോ ശിഷ്യന്മാരുടെ മനസ്സിൽ?
അത് വെച്ചിരുന്ന മഹാബുദ്ധിമുട്ടല്ലേ? ഭഗവാൻ സ്വാർത്ഥ താല്പരനാണെന്ന് വരില്ലേ? എന്നോട് അങ്കിരസ് സാറ് പറഞ്ഞിട്ടുണ്ട്, അങ്ങൊരു സാധാരണക്കാരനൊന്നുമല്ല, PhD എടുത്ത ആളാണ്. അങ്ങോരെന്താ പറഞ്ഞിരിക്കണത്? എട്ടുകാലി എങ്ങനെയാണോ വല കെട്ടണം അങ്ങനെയാണോ ഭഗവാൻ സൃഷ്ടി ഉണ്ടാക്കണത്. എട്ടുകാലി എന്തിനാണ് വല കെട്ടണത്? അതിനൊരു വീടുണ്ടാക്കാൻ, അതിനൊരു സ്വാർത്ഥ താല്പര്യമുണ്ട്. അതേപോലെ ഭഗവാനൊക്കെ ഉണ്ടാവുന്നേ. അതെന്താ സ്വാർത്ഥ താല്പര്യം നമുക്ക് കണ്ടറിയാം പിന്നീട്. സ്വാർത്ഥ താല്പര്യം ഉണ്ടോ ഇല്ലയെന്നാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതുണ്ട്, അല്ലെങ്കിൽ ആ ഉപമ അങ്കിരസ് പറയില്ലല്ലോ. പ്രൊഫസർ അങ്കിരസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതന്നെ ആവില്ലേ? ഇന്ന് നാളെ അത് അങ്കിരസിനൊരു ചീത്തപ്പേരാ വരുന്നത്. അങ്ങനെ ഇത്രയും പഠിച്ചിട്ടുള്ള ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ടാണ് ഡോക്ടർ അങ്കിരസ് വളരെ ശ്രദ്ധിച്ച് രണ്ടാമത്തെ ഉപമയും പറയുന്നത്, യഥാ പൃഥ്വിയും ഔഷധയ സംഭവയന്തി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ചില കുട്ടികൾ ഇങ്ങനെ കണ്ണിറുക്കിയുണ്ട്, എല്ലാവരും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അങ്കിരസിന് തോന്നി, ഏയ് ഇത് ശരിയായില്ലല്ലോ, കുറച്ചും കൂടി സംശയം ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. കുട്ടികൾക്ക് അതിൽ ഡിസ്റ്റിങ്ഷനുള്ള കുട്ടികളൊക്കെ ഉണ്ട് ചിലവർ, അവരുടെ മുഖം അങ്ങോട്ട് ഒരു പ്രസന്നത വരില്ല. എന്തൊക്കെയോ എവിടെയോ ചെറിയൊരു ചക്കപ്പഴത്തിൽ എന്താ പറയുക, തലനാര് പെട്ട പോലെ എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്കുള്ള പോലെ തോന്നുന്നു അവരുടെ ചിന്താഗതിയിൽ. അപ്പോൾ അങ്കിരസിന് ആലോചിച്ചോ മനസ്സിലാവുക, രണ്ടാമത്തെ പറഞ്ഞ ഉദാഹരണത്തിലും ചെറിയൊരു പശകുണ്ട്. രണ്ടാമത്തെ പശക മീൻസ് തെറ്റിദ്ധരിക്കപ്പെടാനുള്ള ചാൻസ്, അതും കൂടി അങ്ങോട്ട് തീർത്തു കൊടുത്തളേ. അപ്പോൾ രണ്ടാമത്തെ ഉപമ മഹർഷി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഈ ഉപമയിൽ ചിലപ്പോൾ ശിഷ്യന്മാർ തെറ്റിദ്ധരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതെന്താ കാരണം? എന്താ രണ്ടാമത്തെ ഉപമ എന്താ? യഥാ പൃഥ്വിയാം ഔഷധായ സംഭവന്തി. പൃഥ്വിയിൽ നിന്ന് ഓജസ് എന്താ പറയുക, ഔഷധി പുറപ്പെടുന്നു. ഓഹോ, അങ്ങനെയാണല്ലേ. അപ്പോൾ ഈ ഭൂമി എന്ന് പറയുന്നത് സാറേ ജഡപദാർത്ഥമല്ലേ, അതിന് ലൈഫൊന്നും ഇല്ലല്ലോ. ഇല്ല. ഭൂമി ഈസ് ഇന്നർട്ട് ആൻഡ് ഇൻസെൻഷ്യൻറ്റ്. ഒരു നിർജ്ജീവമായ വസ്തുവല്ലേ ഭൂമി എന്ന് പറയുന്നത്. അതിനെവിടെ സെൻസ്? ഇറ്റ് ഈസ് ഇന്നർട്ട്, ഇൻസെൻഷ്യൻറ്റ്. ജഡമാണ്, അചേതനമാണ് ഭൂമി. ഒരു നിർജീവ വസ്തുവാണ്. അതിനറിയാനോ വിചാരിക്കാനോ ഉള്ള കഴിവൊന്നുമില്ല. അപ്പം ഈ അബദ്ധത്തിൻ്റെ സാധ്യത, ഇതെന്താ അബദ്ധം എന്ന് വെച്ചെങ്കിൽ, ഓഹോ അങ്ങനെയാണല്ലോ, അപ്പോൾ ഭഗവാനും ഭൂമിയെ പോലെയാണോ സാറേ? സ്വാർത്ഥതയില്ല, സമ്മതിച്ചു. പക്ഷെ അദ്ദേഹം അചേതനാണോ? അദ്ദേഹം ഇന്നർട്ടാണോ? അദ്ദേഹം ഇൻസെൻഷ്യൻ്റ് ആണോ? ചേതനയില്ലാത്ത ആളാണോ? നിർജീവിയാണോ ഭഗവാൻ? ഏയ്, ഭഗവാൻ നിർജീവിയോ? ഈശ്വര. അപ്പോൾ അതല്ല എന്ന് കാണിച്ചു കൊടുക്കണ്ടേ, അതും കൂടി അങ്ങോട്ട് തീർത്തു കൊടുക്കണ്ടേ. അപ്പം അങ്ങനെയൊരു അബദ്ധത്തിൻ്റെ സാധ്യത മുൻകൂട്ടി മഹർഷി മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഉദാര ബുദ്ധിയിൽ നിന്ന് പൊങ്ങി വന്ന മൂന്നാമത്തെ ഒരു ചിത്രം തയ്യാറാക്കി. യഥാ സത് പുരുഷാത് കേശലോമാനി. ഏതു വിധത്തിലാണോ ഒരു സജീവനായിട്ടുള്ള മനുഷ്യരിൽ നിന്ന് രോമവും മുടിയും വളരുന്നത്, ജീവൻ ഇല്ലാത്ത മനുഷ്യരിൽ നിന്ന് മുടിയും രോമമൊന്നും വളരില്ലല്ലോ. ചൈതന്യവത്തായിട്ടുള്ള ശരീരത്തിൽ നിന്നല്ലേ വളരുള്ളൂ, അല്ലേ? അപ്പോൾ സൃഷ്ടി എന്ന് പറയണത് ഉത്ഭവിക്കുന്നത് ഭഗവാനിൽ നിന്നാണെങ്കിൽ ഈ രോമവും മുടിയൊക്കെ വരുന്നത് പോലെയാണ് എന്നുണ്ടെങ്കിൽ അത് ചേതനമായിട്ടുള്ള വസ്തുവാണ്, അചേതനമായിട്ടുള്ള വസ്തുവല്ല. ശരീരം എന്ന് പറയുന്നത് ചേതനമായിട്ടുള്ള വസ്തുവാണ്. അത് ഭൂമിയെപ്പോലെ ഇന്നർട്ടല്ല. ചേതന ഇല്ലാത്ത ശരീരത്തിൽ നിന്ന് അത് വളരില്ല. ചേതനയുള്ള ശരീരത്തിൽ നിന്ന് മാത്രമേ വരുള്ളൂ. ജീവനുള്ള പ്രാണനുള്ള ശരീരത്തിൽ നിന്ന് മാത്രമേ ഈ മുടിയും രോമവും ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് അങ്ങനെ ഒരു ഉപമ അവിടെ പറഞ്ഞു. അപ്പോൾ സംഗതി ക്ലിയറായോ? ആ മനുഷ്യദേഹത്തിൽ നിന്ന് കേശലോമങ്ങൾ ഉണ്ടാകുന്നത് പോലെ ഭൂമിയെപ്പോലെ ജഡപദാർത്ഥമല്ല ഈ ജീവനുള്ള ശരീരം. മനുഷ്യൻ ചേതനാവനാണ്, ചേതനാവത്തായിട്ടുള്ളവനാണ്. ആ ചേതനത്വം ഇല്ലാത്ത
ശരീരത്തിൽ നിന്ന് മുടിയും രോമമൊന്നും വളരില്ല. പിന്നെ അത് വളരാനായിട്ട് ശരീരം യാതൊരു എഫേർട്ടും എടുക്കുന്നില്ല. ഇറ്റ് എഫർട്ട്ലെസ്ലി ഗ്രോസ്. മുടി വളർത്താനാണെന്നുകൊണ്ട് ഒരാഴ്ച വല്ലൊരു ലീവ് എടുക്കാറുണ്ടോ? അവരെ കേട്ടിട്ടുണ്ടോ? ഐ വോണ്ട് ടു ഗ്രോ മൈ ഹെയർ, അത് ഞാൻ സൂക്ഷിച്ചില്ലെങ്കിൽ ശരിയാവില്ല, ഞാൻ തന്നെ വളർത്തണേ തന്നെ. എൻ്റെ ആവശ്യമൊന്നുമില്ല, തന്നെത്താൻ വളർന്നോളൂ. മുടി രോമം ഇതൊക്കെ തന്നെത്താൻ വളർന്നോളൂ. അതിന് പ്രത്യേകിച്ചൊരു ശ്രദ്ധയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ ജീവചൈതന്യത്തിൻ്റെ പ്രകടമാണെന്നോണം ശിരസിലും ദേഹത്തിലും കേശരോമങ്ങൾ, അതായത് മുടിയും രോമവും വളർന്നു. മനുഷ്യന് അവരുടെ വളർച്ചയിൽ ഒരു പങ്കുമില്ല, അതൊന്നും അറിയുന്നില്ല. അതുപോലെ ജഗത്തിൻ്റെ സൃഷ്ടിയും അതിൻ്റെ വളർച്ചയും പരമാത്മാവിൻ്റെ ചൈതന്യത്തിൽ നിന്ന് തന്നെയാണ്. അത് ജഡവസ്തു അല്ല. പരമാത്മാവ് പൊന്തി വരുന്നത്, പരമാത്മാവിൽ ശരീരത്തിൽ നിന്ന് പൊന്തി വരുന്ന മുടിയും രോമവും ഒക്കെ ഭൂമിയിൽ നിന്ന് പൊന്തി വരുന്ന സസ്യലതാദികൾ പോലെയുള്ള അചേതനമായിട്ടുള്ള വസ്തു ഭൂമി, അതിൽ നിന്നല്ല കുട്ടികളെ. വളരെ ചേതനമായ ശരീരത്തിൽ നിന്ന് എങ്ങനെയാണോ രോമവും മുടിയും വളർന്നു വരുന്നത്, അതുപോലെയാണ് സൃഷ്ടി. അപ്പം തന്നിൽ നിന്ന് അന്യമായ മറ്റൊരുത്തിൻ്റെയും മറ്റ് യാതൊരു സാധനത്തിൻ്റെയും അപേക്ഷയോ അല്ലെങ്കിൽ ഉപകാരമോ ഇല്ലാതെയും അതിൻ്റെ സമയം കഴിഞ്ഞാൽ തന്നിലേക്ക് തന്നെ പിൻവലിക്കുകയും, വിഡ്രോയിങ് ടു ഹിംസെൽഫ്, ഒന്ന്. രണ്ട്, യാതൊരു സ്വാർത്ഥതയുമില്ലാതെ, ഭൂമിക്കുള്ള പോലെ ഒരു സ്വാർത്ഥതയുമില്ലാതെ സൃഷ്ടി നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഒരു പദാർത്ഥങ്ങളും പുറത്തുനിന്ന് വാങ്ങിക്കുന്നില്ല. സ്വാർത്ഥത ഭഗവാന് തീരെയില്ല. ഭൂമിയെ പോലെ ജഡപദാർത്ഥവുമല്ല ഭഗവാൻ, ചൈതന്യവത്തായിട്ടുള്ള പ്രഭാവമാണ്. ആ ചൈതന്യത്തിൽ നിന്നാണ് ഈ സൃഷ്ടി മുഴുവൻ ഉണ്ടാവുന്നത്. ഈ മൂന്ന് ഉപമകളാണ് സൃഷ്ടിയെക്കുറിച്ച് നമുക്ക് വളരെ വളരെ വിലപ്പെട്ട ഒരു സംഗ്രഹമായിട്ടുള്ളൊരു തീസിസ് എന്ന് പറയാനുള്ളത്. അങ്കിരസ് മഹർഷിയാണത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി വേദാന്ത പണ്ഡിതന്മാരൊക്കെ വളരെയധികം കോട്ട് ചെയ്യണ ഒരു മന്ത്രമാണത്. അതുകൊണ്ട് പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള സൃഷ്ടി നടത്തുന്ന ഭഗവാൻ ആ സൃഷ്ടിക്ക് കരണമാണ്. കരണം എന്നുള്ള നാമം മീൻസ്, കരണം എന്ന് വെച്ചാൽ ഇൻഎസ്കേപ്പബിൾ റിക്വയർമെൻറ്റ്, റോ മെറ്റീരിയൽ, ബേസിക് റോ മെറ്റീരിയൽ. അതിനെ വേറെ ഒന്നിനും മാറ്റി വയ്ക്കാൻ പറ്റില്ല, ഇല്ലാതെയാക്കാനും പറ്റില്ല. സൃഷ്ടി വേണോ, ദിസ് ഈസ് എ മസ്റ്റ്, സൈൻ ക്വാ നോൺ എന്ന് പറഞ്ഞ പോലെ. മനസ്സിലായോ? അപ്പോൾ അതാണ് ഈ കരണം എന്നുള്ള വാക്കിൻ്റെ വ്യാഖ്യാനം. അത് വളരെ കുറച്ച് വിപുലമായിട്ട് പോകേണ്ടി വന്നു. കാരണം സൃഷ്ടി എന്നുള്ള വാക്ക് കുറച്ച് ചിന്തിക്കേണ്ട വാക്കാണ്. അതുകൊണ്ട് കാരണം ഇത് എപ്പോഴും നമ്മുടെ എന്താ പറയുക, എക്സ്പ്ലനേഷൻസിൽ വരാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊരിക്കൽ പറഞ്ഞ് കുറച്ച് സമയം അതിന് വേണ്ടി ചിലവഴിച്ചാൽ പിന്നെ നിങ്ങളുടെ മനസ്സിൽ കിടന്നോളും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊന്ന് എന്താ പറയുക, ഡീവിയേറ്റ് ചെയ്ത് ഒരു ഡീടൂർ എടുക്കാൻ കാരണം. അത് സമയം വേസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ നിങ്ങൾക്കും അനുഭവം നിങ്ങളുടെ എങ്ങനെയായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. നാളത്തെ വ്യാഖ്യാനം നമുക്കെടുക്കാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ രക്ഷിക്കണേ.